ചോദ്യം ചോദിക്കുന്ന ഓരോ വ്യക്തിയുടെ പൂർണ്ണ സമ്മതത്തോടു കൂടിയാണ് ഈ ഒരു വീഡിയോ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്നത്. ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ ഫ്രീ ആയി ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അപ്ഡേറ്റ്സിനെ കുറിച്ച്, ട്രെയിനിങ്ങിനെ കുറിച്ച്, അല്ലെങ്കിൽ കോച്ചിങ്ങിനെ കുറിച്ചിട്ട് എല്ലാം ചോദ്യം ചോദിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ ഡിസ്ക്രിപ്ഷനിൽ 2 ലിങ്ക് ഉണ്ട്. ഒന്ന് മലയാളത്തിലുള്ള ലിങ്ക്, ഒരു വാട്സപ്പ് ഗ്രൂപ്പിലേക്കുള്ള ലിങ്കും, മറ്റത് ഇംഗ്ലീഷ് വാട്സപ്പ് ഗ്രൂപ്പിലേക്കുള്ള ലിങ്ക്. അതിൽ ഏതിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ 2ലും ജോയിൻ ചെയ്യാം. I'll see you in the WhatsApp group. ഹലോ, Yes. ചോദിച്ചോളൂ കേട്ടോ. ഞാനൊരു സ്റ്റുഡന്റ് ആണ്. സോറി. സ്റ്റുഡന്റ് ഓക്കെ പറഞ്ഞോളൂ. ACCA പഠിക്കുന്ന കുട്ടിയാണ്. ഓക്കെ പറഞ്ഞോളൂ. പഠിക്കാൻ തീരെ പറ്റുന്നില്ല. ഇപ്പൊ 3 കൊല്ലത്തോളായി ജോയിൻ ചെയ്തിട്ട് പഠിക്കാൻ ഒരു തോന്നല് വരുന്നില്ല. എന്തോ ഒരു എഫേർട്ട് ഇടാനുള്ള ഒരു ബുദ്ധിമുട്ട്. ഓക്കെ അപ്പൊ ആര് പറഞ്ഞിട്ടാണ് ജോയിൻ ചെയ്തത്? ഞാൻ തന്നെ എന്റെ ഒരു താല്പര്യപ്രകാരം ജോയിൻ ചെയ്തതല്ല. ഓക്കെ, എന്തുകൊണ്ടാണ് ജോയിൻ ചെയ്യാൻ കാരണം? എന്തായിരുന്നു അതിന് മുമ്പ് എന്തായിരുന്നു എടുത്തത്? ബിഫോർ ദാറ്റ് ACCA മുമ്പ് ഞാൻ +2 ബയോളജി സയൻസ് എടുത്തത്. ഓക്കെ, ACC അതിനായിട്ട് വല്ല കണക്ഷൻ ഉണ്ടോ? ഒരു കണക്ഷനും ഇല്ല. പിന്നെ എന്തിനാ എടുത്തത്? ഞാൻ പറഞ്ഞില്ല, ഇതിപ്പോ പെട്ടെന്ന് സെറ്റിൽ ആവണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് എടുത്തതായിരുന്നു. ഓക്കെ, അതൊരിക്കലും നടക്കാൻ പോണില്ല. ഇപ്പം ഞാൻ ബ്ലണ്ടായിട്ട് പറയുന്നു വിചാരിക്കരുത്. അത് കാരണം നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാൻ ആഗ്രഹം ഇപ്പം തന്നെ ഇല്ലെങ്കിൽ എങ്ങനെ നിങ്ങളെ കണ്ടിന്യൂ ചെയ്ത് ജോബ് ചെയ്യാം? ഒന്ന് പറ. ശരിയാ. അപ്പൊ എനിക്ക് മാറി ചിന്തിക്കണമെന്ന് താല്പര്യമുണ്ട്. പക്ഷെ മാറി ചിന്തിക്കാനുള്ള ടൈം ഇപ്പൊ തന്നെ അയക്കണം. നിങ്ങൾ ചിലപ്പോൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും, ACCA ഒക്കെ ഇൻവെസ്റ്റ് ചെയ്ത്, ചിലപ്പോൾ UK ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. എനിക്കറിയില്ല ഏത് കോളേജിലാണ് നിങ്ങൾ ചെയ്യണമെന്നുള്ളത്. എങ്ങനെ സബ്സ്ക്രിപ്ഷൻ ആയിട്ടും കുറെ ആയിട്ടും അങ്ങനെ കുറെ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് ഏകദേശം ഒരു 6-7 ലക്ഷം റുപ്യന്റെ അടുത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാന് കോഴിക്കോടാണ്. അതൊന്നും പറയണ്ട, ഏത് അക്കാഡമി ഒന്നും പറയണ്ട. അപ്പം ഞാൻ ചോദിക്കാൻ പോകുന്നത് നിങ്ങളോട്, നിങ്ങൾ ക്ലിയർ ചെയ്തിട്ടുണ്ടോ? ഏതെങ്കിലും പേപ്പേഴ്സ് ക്ലിയർ ചെയ്തിട്ടുണ്ടോ? ഒരു പേപ്പർ എന്നെ കൊണ്ട് ക്ലിയർ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. എത്ര പേപ്പേഴ്സ് ഉണ്ട് ടോട്ടൽ? 13. ഓക്കെ, അത് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു. എനിക്ക് എഫേർട്ട് ഇതിന് വേണ്ടിയിട്ട് എനിക്ക് എഫേർട്ട് എടുക്കാൻ തോന്നുന്നില്ല സത്യം പറഞ്ഞാൽ. അപ്പൊ എഫേർട്ട് എടുക്കാതെ നിങ്ങൾക്കൊന്നും നടക്കാൻ പോകുന്നില്ല. ആസ് സിമ്പിൾ ആസ് ദാറ്റ്. 3 കാര്യങ്ങളാണ്. വൺ ഇസ് എഫേർട്ട്, ടൈം ആൻഡ് മണി. 3 കാര്യങ്ങൾ നിങ്ങൾ വിജയിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മണി ഓൾറെഡി ഇൻവെസ്റ്റ് ചെയ്തു അല്ലേ? 6 lakhs ഇൻവെസ്റ്റ് ചെയ്തു. നമ്പർ 2 ഇസ് ടൈം ഇടുണ്ടോ നിങ്ങൾ? ടൈം അതാ പറഞ്ഞേ. ഇപ്പൊ 3 കൊല്ലായി എനിക്ക് അതില് ആകെ കംപ്ലീറ്റ് ആക്കാൻ പറ്റിയ ഒരൊറ്റ പേപ്പറാ. അപ്പൊ മനസ്സിലായിക്കൂടെ, എനിക്ക് ടൈം പോലും അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പൊ എന്റെ സുഹൃത്തെ, അത് മാറി ചിന്തിക്കുക, മാറിപ്പോവാതെ പൈസ 6 ലക്ഷം പോയിക്കോട്ടെ, വേറെ ഒന്നും ചെയ്യാൻ നോക്കുക. അത് ഏറ്റവും നല്ലത്. I won't recommend even 1%. How many of you agree? 1% പോലും ഞാൻ നിങ്ങൾ റെക്കമെൻഡ് ചെയ്യില്ല അത് ചെയ്യണമെന്നുള്ളത്. കാരണം നിങ്ങളുടെ ഇപ്പോഴത്തെ ആ ഒരു കണ്ടീഷൻ പറഞ്ഞിട്ട് തന്നെ, ഇഫ് യു ആർ നോട്ട് ഇൻട്രസ്റ്റഡ് ടു ലേൺ, അതേ ജോബ് നിങ്ങൾക്ക് നാളെ കിട്ടിക്കഴിഞ്ഞാൽ യു വിൽ നെവർ സർവൈവ് ദേ. മനസ്സിലായി? ഉള്ള പൈസ പോകും. ഇപ്പം നിങ്ങൾ 6 ലക്ഷം കൊടുത്തില്ലെങ്കിൽ പിന്നെ അതിനേക്കാളും കൂടുതലാണ് പോകാൻ നിൽക്കുന്നത്. ഇപ്പം 6 ലക്ഷം പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അതിൽ താങ്ക്ഫുൾ ആയിട്ട് നിങ്ങൾ വേറെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്താണ്? എനിക്ക് ആഗ്രഹം പൈലറ്റ് ആകാനാണ്. അപ്പോൾ അതാവും. ഞാൻ നമ്പർ, എൻ്റെ സ്റ്റുഡൻസ് നമ്പർ തരാം. ഞാൻ ക്ലാസ് എടുക്കുന്ന സ്റ്റുഡൻസിന് അവർ നിങ്ങൾക്ക് കോഴിക്കോട് ഹൈലൈറ്റ് മാളിൽ, ഹൈലൈറ്റ് ബിസിനസ് പാർക്കിൽ പോയിക്കോളൂ. അവിടെ ക്യാപ്റ്റൻ ഷഹസാദിനെ കണ്ടുപിടിക്കുക. 7th ഫ്ലോറിൽ പോവുക, ക്യാപ്റ്റൻസ് വിൻഡോയിൽ പോവുക, അവിടെ പോയി ജോയിൻ ചെയ്യുക. ഇത്ര പൈസയാവില്ല. എക്സ്പെൻസീവ് ആണല്ലോ. ആര് പറഞ്ഞു എക്സ്പെൻസീവ്? ഇല്ല, എക്സ്പെൻസീവ് ഒന്നുമില്ല. അവിടെ പോയി നോക്കിയാൽ നിങ്ങൾ ഫിസിക്സ് എടുത്തുണ്ടോ? ഞാൻ ബയോസയൻസ് അല്ലേ. അപ്പൊ അവിടെ പോയിക്കോ. എന്തിനാ ACCA ഒക്കെ എടുക്കാന്ന്? ACCA ഞാൻ പറഞ്ഞ ഇതിപ്പോ പെട്ടെന്ന് ലൈഫ് ഒന്ന് സെറ്റിൽ ആക്കണം. ഇപ്പൊ സെറ്റിൽ ആയോ ലൈഫ്? ഇപ്പം സെറ്റിൽ ആയിട്ടില്ല. 17 വയസ്സിൽ. അല്ല, എനിക്ക് തോന്നുന്നു ഇപ്പൊ സെറ്റിൽ ആയെന്ന് തോന്നുന്നു. ഇപ്പൊ നിങ്ങളിപ്പോ എവിടെയും ചെയ്യാതെ ഇരിക്കുമ്പോ അതിന് സെറ്റിൽമെന്റ് എന്ന് പറയില്ലേ? നിങ്ങൾ ഓൾറെഡി സെറ്റിൽ ആയി. അപ്പം മാറി ചിന്തിക്കുക. പൊന്നു മോനെ, 17 വയസ്സായിട്ടുള്ളൂ. ഇല്ല 20. 17 വയസ്സിൽ ജോയിൻ ചെയ്തതാ. ഓക്കെ, 20 വയസ്സിലൊക്കെ ഞാൻ നയിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഐ സ്റ്റാർട്ടഡ് ഏർണിംഗ് മണി അറ്റ് 16 ഞാൻ തുടങ്ങിയിരിക്കുന്നത്. സോ അതാണ് പ്രശ്നം. ഇപ്പം വീട്ടിൽ നിന്ന് പൈസ ചോദിക്കാൻ വലിയൊരു ബുദ്ധിമുട്ട് മനസ്സിൽ. അപ്പോൾ വീട്ടുകാരോട് പറയാം എനിക്ക് പൈലറ്റ് ആവാൻ ആഗ്രഹം. ഇപ്പോൾ ഞങ്ങൾ ഇവിടുത്തെ 19 വയസ്സുള്ള ഒരു കുട്ടിയും കൂടെ പൈലറ്റ് അയക്കണം. അത് ഞാൻ പറഞ്ഞ ഷഹസാദിന്റെ സ്റ്റുഡന്റാ, ഒരു പെൺകുട്ടിയാ. അത് മനസ്സിലായി. പക്ഷെ ഈ പൈലറ്റ് ട്രെയിനിങ്ങിന് ഏകദേശം 90 ലക്ഷം അങ്ങനെയല്ല പറയാൻ. ഞാൻ ഈ ACCA നടുവ് തന്നെ അത് ചോദിക്കാനും അതിന്റെ എൻക്വയറി നടത്തിയെല്ലാം ചെയ്തതാ കുറെ. പൈസ ഒക്കെ ഉണ്ടാവും. ആദ്യം നിങ്ങൾ ഗ്രൗണ്ട് ടെസ്റ്റ് ചെയ്യുക. ആദ്യം നിങ്ങൾ DGCA എക്സാമിനേഷൻ അതൊക്കെ ചെയ്യുക. അതൊക്കെ പാസ്സായി കഴിഞ്ഞിട്ട് പിന്നെ അടുത്തേക്ക് ചിന്തിക്കാം. നമുക്ക് DGCA ക്ലിയർ ചെയ്യണം നിങ്ങൾ. അതിലേക്ക് ചിന്തിക്കാണ്ട് നമ്മള് ഇപ്പം തന്നെ ചിന്തിച്ചിട്ടില്ലെങ്കിൽ ഇപ്പൊ അവിടെ സ്റ്റോപ്പ് ആയി പോലെ. അതെ. അപ്പൊ അത് അവിടെ പോയി കഴിഞ്ഞാൽ എല്ലാം പറഞ്ഞു തരും. നിങ്ങൾ പോയാൽ മതി. ഓക്കെ, ക്യാപ്റ്റൻസ് വിൻഡോയിൽ പോവാ. വേറെ ആരും പറഞ്ഞ് കേൾക്കണ്ട. ക്യാപ്റ്റൻസ് വിൻഡോയിൽ പോവാ.
ഞാൻ അവരെ അഡ്വർടൈസ്മെന്റ് ചെയ്യല്ല കേട്ടോ, അതിന്റെ സ്റ്റുഡൻ്റ് ആണെന്ന് മാത്രം, അത് വിചാരിച്ച് ഞാൻ പറയണം. ആ അപ്പൊ ഹാ അവിടെ പോവാ, അവരോട് കറക്റ്റായിട്ട് അന്വേഷിക്കുക എത്രയാണ് ഇൻവെസ്റ്റ്മെന്റ്, ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് എവിടെയാണ്, അത് ഇന്ത്യയിൽ പഠിക്കണം നല്ലത്. കാരണം ഒരുപാട് ആൾക്കാർ സൗത്ത് ആഫ്രിക്കയിൽ പോയിട്ട് പഠിക്കുന്നുണ്ട്, അതേപോലെ ന്യൂസിലാൻഡിൽ പോയി പഠിക്കുന്നുണ്ട്. ആ അപ്പം അത് എത്ര വരും, ഏത് എയർക്രാഫ്റ്റാണ് ചെയ്യേണ്ടത്, അത് ബോയിങ് ആണോ ചെയ്യേണ്ടത് അല്ലെ എയർബസ് ആണോ ചെയ്യേണ്ടത്, അതൊക്കെ ചോദിക്കുക. അവരോട് ചോദിച്ചിട്ട് കംപ്ലീറ്റ് ഡീറ്റെയിൽ കിട്ടിയതിന് ശേഷം തീരുമാനിച്ചാൽ മതിയല്ലോ. ഓക്കെ ഓക്കെ സാർ, താങ്ക് യു. യു മോസ്റ്റ് വെൽക്കം. എസിയെ നിർത്തിക്കോളൂ കേട്ടോ. നിർത്താനാ? പൂർ നിർത്തിക്കോ, ധൈര്യത്തിൽ നിർത്തിക്കോ. ആരെയും പറഞ്ഞ സെൻസായി പറഞ്ഞു വാങ്ങാം, ഇത് ഞാൻ വീഡിയോ ഉണ്ട്, വീഡിയോ കണ്ടു എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ. റൈറ്റ്, നെക്സ്റ്റ് പ്ലീസ്.